ജീവിതം മുഴുവൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ മനസ്സ് പറയുന്നത് ഷെയർ സം ഓഫ് യുവർ എക്സ്പീരിയൻസസ്. ചില അനുഭവങ്ങൾ പങ്കുവെക്കാന് എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത്. എങ്കിലും ഞാൻ അങ്ങോട്ട് അധികം ഇന്ന് കടക്കാതിരിക്കാൻ മാക്സിമം തയ്യാറാകുന്നു. പ്രാർത്ഥന വളരെ ഇഫക്റ്റീവാണ്. ഇറ്റ് ഈസ് വെരി പവർഫുൾ. പ്രാർത്ഥനയിൽ അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് അമേരിക്കയിൽ പോയത്. അവിടെ സ്റ്റുഡന്റ് ആയ ഭയങ്കര എക്സ്പെൻസ് ആണ്. അന്നും എന്റെ മനസ്സനുവദിക്കാത്തൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ചർച്ചിൽ കയറി ചെന്ന് എനിക്കൊരാവശ്യമുണ്ടെന്ന് പറയാൻ, ഒരു സ്റ്റേജിലും ചെന്ന് എന്റെ നീഡ് പറയാൻ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷേ ഞാൻ മുഴങ്കാൽ മടക്കിയിരുന്നൊരു സ്ഥലമുണ്ട്. സ്തോത്രം. ആ ദൈവം എന്റെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു തന്നു. സമ്പന്നനാം അവൻ സന്നിധി മതിയേ, എനിക്കവൻ ജയക്കൊടിയേ. അതെന്റെ അനുഭവമാണ്. സ്തോത്രം. യേശുവിന്റെ സന്നിധിയിൽ സർവസ്വമുണ്ട്. അത് എന്നെ ഉറപ്പിച്ച ഒരു കാര്യം പറയാം. ആ അനുഭവത്തിലേക്ക് എന്നെ തള്ളിവിട്ട ഒരു കാര്യം പറയാം. SABCയിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുപോയ അന്നത്തെ തുച്ഛമായ പൈസയൊക്കെ അല്പം കഴിഞ്ഞപ്പം എല്ലാമൊക്കെ തീർന്നു. 20 രൂപ അടുത്ത മാസം ഫീസ് കൊടുക്കാൻ സമയമായപ്പോ 20 രൂപ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. എനിക്കന്ന് ഫീസ് 25 രൂപയുണ്ടായിരുന്നുള്ളൂ. ലോവസ്റ്റ് കാറ്റഗറിയിൽ അസംബ്ലീസ് ഓടുകാരനായതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ പരിഗണന കിട്ടി എന്നതുകൊണ്ട് 25 രൂപ ഫീസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ 25 രൂപയ്ക്ക് 20 രൂപയേ ഉള്ളൂ. ആരോട് ചോദിക്കാൻ 5 രൂപ? എല്ലാം സ്റ്റുഡൻസാ. കടമെടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് രാത്രി ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോ പോസ്റ്റ്മാൻ വന്ന് ആളുകളൊക്കെ പേര് വിളിച്ചപ്പോ എന്റെ പേരും വിളിച്ചു. എന്തോ മണി ഓർഡർ. എന്റെ ജീവിതത്തിൽ ഒറ്റ മണി ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ആ ഒരു മണി ഓർഡർ ആയിരുന്നു. ആ മണി ഓർഡർ, ഇന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ മണി ഓർഡറിനകത്തുണ്ടായിരുന്നത് 5 രൂപയായിരുന്നു. 5 രൂപയുടെ മണി ഓർഡർ. നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ പിതാവാണ് എനിക്ക് 5 രൂപ അയച്ചേക്കുന്നത്. ആദ്യത്തെ മാസത്തെ ഫീസ് കൊടുക്കാനുള്ള തുകയെങ്കിലും അയച്ചു തരാതെ ഒരു പിതാവ് ഒരിക്കലും ഈ 5 രൂപ കൊടുത്ത് ഒരു മകനെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും എനിക്ക് ഈ 5 രൂപ അയച്ചു തന്നത്. ഞാൻ അന്ന് തന്നെ ഒരു ലെറ്റർ എടുത്ത് എഴുതി, എന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് നടക്കുന്നു, ഇനി ഇങ്ങോട്ട് എനിക്ക് പൈസ അയക്കണ്ട, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അറിയിക്കാം. 4 വർഷം ഞാൻ അവിടെ പഠിച്ചു. ഒരു തവണ പോലും എൻ്റെ പിതാവിനോട് പൈസ ചോദിക്കാൻ ആവശ്യം വന്നില്ല. 4 വർഷത്തെയും ഫീസ് അത്ഭുതകരമായിട്ട് ദൈവം എനിക്ക് തന്നുവെന്ന് മാത്രമല്ല, അന്ന് ആ കാലത്ത് ദാരിദ്ര്യം വരുമ്പം നമ്മുടെയൊക്കെ പുരയിടത്ത് നിൽക്കുന്ന തെങ്ങ് ഒറ്റ കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തെങ്ങ് ഒറ്റ കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ പരിസരത്തുണ്ടായിരുന്ന തെങ്ങുകൾ മുഴുവൻ അന്ന് ഒറ്റ കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഇതൊക്കെ പറയുന്ന നാണക്കേടെന്ന് തോന്നും. അങ്ങനെയല്ല, ദൈവം ചെയ്യുന്ന നന്മകളെ കുറിച്ച് പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിയുമ്പം പണ്ടത്തെ കാലം മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരിച്ചു വന്ന് SABCയിൽ നിന്ന് വന്നപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കൊടുത്ത് ആ എല്ലാ തെങ്ങും ഒറ്റ കൊടുത്തിരുന്നത് ഫ്രീ ആക്കി മാറ്റി. എന്ന് മാത്രമല്ല, നല്ലൊരു സൈക്കിൾ മേടിച്ചു. അതുകൊണ്ട് അടുത്ത പല മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ സുവിശേഷ വേല ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇതിനെല്ലാം മുഖാന്തരം ഉണ്ടായത് അത്ഭുതകരമായിട്ട് ദൈവം വഴികൾ തുറന്ന ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രാർത്ഥനയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മുടെ തലമുറകളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവര് പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ വേറെ ഒന്നും
ഒന്നിനും അവർക്ക് ഒരു കുറവും വരാതെ അവരുടെ ജീവിതകാലം മുഴുവൻ മുട്ടില്ലാതെ അവർ ജീവിക്കും. യഹോവ സമ്പന്നനാണ്. നമ്മുടെ ദൈവത്തിന്റെ പക്കൽ ഇല്ലാത്തത് ഒന്നുമില്ല. ധനവും മാനവും പുരാതന സമ്പത്തും അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ആ അപ്പന്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കാര്യം അവൻ ഏറ്റെടുത്തുകൊള്ളുകയും ചെയ്യും. ഞാൻ ഒരു വാക്ക് അവിടെ അങ്ങനെ ഒരു പദം കേറി വന്നത് കൊണ്ട് ഞാൻ പറയാം. സ്തോത്രം.